നമസ്കാരം. പിപിടിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ BSc പാഠപുസ്തകമായ കഥാലോകത്തിലേക്ക് കടക്കാം. BCS സിലബസിനും ഇതേ പുസ്തകം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിലെ എന്റെയാണ് ഈ കൊമ്പനാനകൾ എന്ന ഉണ്ണി ആറിന്റെ കഥയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പുതിയ എഴുത്തുകാരിൽ വളരെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ശ്രീ ഉണ്ണി ആർ. അദ്ദേഹത്തിന്റെ ഈ ഒരു കഥ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനായുണ്ട്. കഥയുടെ ആശയം ശ്രദ്ധിക്കുക. ഇതിനകത്ത് പ്രഭാകരൻ പത്മിനിയോട് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായ പ്രഭാകരനും പത്മിനിയാണ്. അപ്പൊ പ്രഭാകരൻ പത്മിനിയോട് പറയുകയാണ്, ഈ ഒരു പുസ്തകങ്ങളെല്ലാം ഞാൻ വിൽക്കാൻ പോവുകയാണ്. വിറ്റൽ ഉദ്ദേശിച്ച അപ്പൊ പത്മിനി വിശ്വസിക്കാനാവാതെ പ്രഭാകരനെ നോക്കുമ്പോ പ്രഭാകരൻ പറഞ്ഞു, വിറ്റാൽ എത്ര ഉദ്ദേശം കിട്ടും എന്ന് ചോദിക്കുന്നു. അപ്പൊ പത്മിനി അതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല. അലമാരെല്ലാം കൂടി 50,000 ഉറപ്പാണ്. അപ്പൊ ഈ പുസ്തകം ഇരിക്കുന്ന അലമാരെല്ലാം കൂടെ 50,000 രൂപ ഉറപ്പാണെന്നാണ് പ്രഭാകരൻ പറയുന്നത്. അലമാരകളിൽ ഒന്നിന്റെ പാളിയിൽ തട്ടിക്കൊണ്ട് പ്രഭാകരൻ പറഞ്ഞു, പുസ്തകത്തിന് 2 ലക്ഷം രൂപയെങ്കിലും കിട്ടാതിരിക്കില്ല. അപ്പൊ എന്താണ് പത്മിനി മറുപടി പറയുന്നതെന്ന് കേൾക്കാനാണ് പ്രഭാകരൻ കാത്തിരിക്കുന്നത്. അപ്പൊ പത്മിനിയാണെങ്കിൽ പെട്ടെന്ന് മഴ പെയ്തപ്പോ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവള് പ്രളയത്തിൽ നിന്ന് ഒരാളിനെ രക്ഷിക്കാൻ ഓടുന്ന പോലെ പുറത്തേക്ക് ഓടിപ്പോയി അവിടെ കിടന്ന് തുണികൾ എടുത്തുകൊണ്ട് അകത്തേക്ക് വന്നു. അപ്പൊ തുണികൾ ഇങ്ങനെ മടക്കി ഒതുക്കിയിട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രഭാകരൻ വീണ്ടും ചെന്ന് അവളോട് ചോദിക്കുകയാണ്, നീ ഒന്നും പറഞ്ഞില്ലല്ലോ. പ്രഭാകരന്റെ വെള്ള ഷർട്ടിൽ നനച്ചപ്പോൾ തന്റെ ബ്ലൗസിന്റെ ചുവന്ന നിറം കണ്ടത് പടർന്നത് മറച്ചു പിടിച്ചോണ്ട് പത്മിനി പറഞ്ഞു, ഞാൻ എന്ത് പറയാനാണ്, ഉപ്പുചാക്ക് ചുമന്നുകൊണ്ട് നടന്ന ഒരു കഴുതയുടെ അവസ്ഥയായിപ്പോയി എന്റെ അവസ്ഥ എന്ന് പ്രഭാകരൻ പത്മിനിയെ നോക്കി പറഞ്ഞു. മഴ ഇങ്ങനെ നിന്നാൽ പിള്ളേരുടെ യൂണിഫോം എങ്ങനെ ഉണങ്ങും? ആരോടൊന്നുമില്ലാതെ ആരോടാന്നല്ലാതെ പത്മിനി അങ്ങനെ പറഞ്ഞു. പിന്നെ മുഖത്തെ മഴത്തുള്ളികൾ തുടച്ചുകൊണ്ട് ആൾ അടുക്കളയിലേക്ക് കയറിപ്പോയി. പുസ്തകങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇവിടെ ഇരുന്ന് കുറേമാര് എഴുതിയത് വായിച്ച് സമയം കളഞ്ഞല്ലോ എന്ന് ഓർത്തപ്പോൾ തന്നെ എനിക്ക് ലജ്ജ തോന്നുന്നു. അപ്പം അവള് മീൻ കഴുകിയ വെള്ളം ജനാലയിലൂടെ പുറത്ത് ചെമ്പരത്തിയുടെ ചോട്ടിലേക്ക് ഒഴിക്കുകയാണ്. കുറച്ചു നേരം കൂടെ പ്രഭാകരൻ വീണ്ടും അടുക്കളയിൽ വെറുതെ ഇരുന്നു. പക്ഷെ പത്മിനി പ്രഭാകരനെ ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. മുളകുപൊടി മൂപ്പിച്ചപ്പോഴുണ്ടായ തുമ്മല് കൊണ്ട് പ്രഭാകരൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പുസ്തകങ്ങളെ കുറിച്ച് എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് എന്നെ കേൾക്കുന്നത് പത്മിനിക്ക് പേടിയാണ്. കല്യാണം കഴിഞ്ഞ് സമയത്താണ് പുസ്തകങ്ങളെല്ലാം കണ്ടിട്ട് ഇത് മുഴുവൻ വായിച്ചതാണോ എന്ന് പത്മിനി നിഷ്കളങ്കമായി ചോദിച്ചതും കളിയാക്കുകയാണെന്ന് കരുതി പ്രഭാകരൻ അടിച്ചത്. പിന്നെ അടിച്ചു വാരാനല്ലാതെ ആ മുറിയിൽ പത്മിനി കയറാറില്ല, കുട്ടികളും കയറാറില്ല. ഇളയ മകന്റെ ഉള്ളിൽ ആ മുറിയിൽ എന്താണ് ഉള്ളതെന്ന് അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നുകൊണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മുറിക്ക് പുറത്തു വന്ന് കാപ്പി വേണോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴെല്ലാം അവന്റെ കണ്ണുകൾ ഓരോ പുസ്തകത്തെയും തൊട്ട് പുഴിയുന്നത് അവള് കണ്ടിട്ടുണ്ട്. മഴച്ചാറ്റിൽ മാറിയപ്പോൾ പ്രഭാകരൻ വീണ്ടും കസേരയിൽ വന്നിരുന്നു. പഴയ പുസ്തകങ്ങൾ വിൽക്കുന്നവർ ഇത്രയും പുസ്തകങ്ങൾ ഒന്നിച്ചെടുക്കുവോ? കിടക്കാൻ നേരത്തെ പ്രഭാകരൻ ചോദിക്കുകയാണ്. കൊടുക്കണമെന്ന് എന്താ നിർബന്ധം എന്ന് പത്മിനി ചോദിച്ചു. നീ എന്താ അങ്ങനെ പറഞ്ഞു? അതുമല്ല, 10-25 വർഷത്തെ നിങ്ങളുടെ സമ്പാദ്യമല്ലേ, അത് വിൽക്കണമെന്നാണ് ചോദിച്ചത്. ഇത്ര വർഷത്തെ സമ്പാദ്യം കൊണ്ട് ഞാൻ നിനക്കോ മക്കൾക്കോ എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇവിടെ ഇരുന്നൊരു കുഴിയാനെ പോലെ കുഴിയും കുഴിച്ചിരുന്ന് വായിക്കുന്നു. വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഞാൻ ഒന്നും അറിയുന്നില്ല, അതെല്ലാം അങ്ങ് നടന്നു പോകുന്നു. പത്മിനിക്ക് ചിരി വന്നെങ്കിൽ അവിടെ ചിരിച്ചില്ല.
നമ്മൾ കല്യാണം കഴിച്ച സമയത്ത് ഞാൻ ഇതൊക്കെ ആലോചിക്കേണ്ടതായിരുന്നു. ഇപ്പൊ ഈ 50-ാം വയസ്സിലാണ് ഇങ്ങനെ ഒരു തോന്നൽ. പത്മിനി ലൈറ്റ് ഓഫ് ചെയ്തു. ഫാനിന്റെ ഇലകളിൽ തട്ടി തെറിച്ചൊരു വണ്ട് പ്രഭാകരന്റെ ദേഹത്തേക്ക് വീണു. അപ്പൊ പ്രഭാകരൻ സംശയിച്ചതുപോലെ തന്നെ വഴിക്കച്ചവടക്കാരുടെ അടുക്കൽ ഈ പുസ്തകവുമായിട്ട് ചെന്നപ്പോൾ അവർ കിലോ കണക്കിന് തൂക്കിയെടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരാൾ പറഞ്ഞു, പാളയത്തൊരു മുഹമ്മദ് ഉണ്ട്, അയാളെ ചെന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ പ്രഭാകരൻ പാളയത്തിൽ ചെല്ലുമ്പോൾ 40 വയസ്സോളം പ്രായമുള്ള പ്രസവിക്കാത്ത ഒരു സ്ത്രീ ഹോളണ്ടിലേക്ക് വീട്ടുവേലേക്ക് അയക്കുന്ന കച്ചവടം ഉറപ്പിക്കുകയായിരുന്നു മുഹമ്മദ്. ആ കച്ചവടത്തിന്റെ വഴിയിൽ എന്തോ പെശകുള്ളതുകൊണ്ട് മുഹമ്മദിന്റെ നോട്ടത്തിന് നിൽക്കാതെ പ്രഭാകരൻ തിരിഞ്ഞു നടന്നു. അപ്പൊ മുഹമ്മദ് വിളിക്കാണ്, സാറ് പേടിക്കണ്ട, ഇങ്ങോട്ട് പോന്നു, നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാമല്ലോ എന്നെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പം പ്രഭാകരൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട. പ്രഭാകരനോട് അയാൾ പറയുന്നത്, നിങ്ങൾ പേടിക്കണ്ട, ഈ ആകാശത്തിനെതിരെയുള്ള എല്ലാ കച്ചവടവും ഞാൻ ചെയ്യുന്നു. പടച്ചോനെ നിരക്കാത്തൊന്നും ചെയ്യില്ല. നിങ്ങൾ ബേജാറാവണ്ട, ഒരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ ചായ കുടിക്കാൻ പോയി. അപ്പോൾ തന്റെ കയ്യിലുള്ള പുസ്തകങ്ങളും അത് വെച്ചിരിക്കുന്ന അലമാരകളും നല്ല കാശിനെടുക്കാൻ ആരെങ്കിലും വേണം എന്നാണ് ഇയാള് പറയുന്നത്. ആരാണ്? പ്രഭാകരൻ. അലമാര വേണമെങ്കിൽ ഇത് ഇപ്പം എടുക്കാം, അതിലിരിക്കുന്ന പുസ്തകങ്ങളാണ് പ്രശ്നം, പുസ്തകങ്ങൾ ആർക്കും വേണ്ടെന്നാണ് മുഹമ്മദ് പറഞ്ഞു. പ്രഭാകരൻ ചായയുടെ കാശ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവന് 2 ദിവസത്തെ സമയം വേണം, ഞാൻ അങ്ങ് എത്തിക്കോളാം എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞു വിട്ടു. ഫോൺ നമ്പറൊക്കെ വാങ്ങിയാണ് ഇയാൾ പോകുന്നത്. അപ്പൊ തൊട്ടടുത്തുള്ള ആക്രിക്കട ചൂണ്ടിക്കാണിച്ച് മുഹമ്മദ് പറഞ്ഞു, ഇതാണ് നമ്മുടെ കൊട്ടാരം. പ്രഭാകരൻ അത് കേട്ട് ചിരിച്ചു. മുഹമ്മദ് കൊള്ളാം. അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്മിനിയോട് പ്രഭാകരൻ പറഞ്ഞു, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? പ്രഭാകരന്റെ പാത്രത്തിലേക്ക് കറികൾ വെച്ചുകൊണ്ട് പത്മിനി ചോദിച്ചു. 5 കാശിന് ഗുണമില്ലാത്ത ഈ പുസ്തകങ്ങളെല്ലാം നീയും പിള്ളേരും കൂടെ പുഴുങ്ങി തിന്നി, ഇത്ര നാളും അതെല്ലാം എന്നെ നശിപ്പിച്ചു, ഇനി ഇതിവിടെ ഇരിക്കേണ്ട കാര്യമില്ല എന്ന് പറയാൻ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റു. പിറ്റേന്ന് ഒരു പ്രായമുള്ള ആള് ഒപ്പം മുഹമ്മദ് പ്രഭാകരന്റെ വീട്ടിൽ വന്ന്, ഇത് ജോൺ സാർ, കാനഡയിലായിരുന്നു. ഇപ്പൊ ഒരു മുനിസിപ്പാലിറ്റിയുടെ അടുത്ത് പുതിയ പണിത വീടില്ലേ, അത് സാറിന്റെയാ. പ്രഭാകരൻ ഡോക്ടറെ നോക്കി ചിരിച്ചിട്ട് രണ്ടുപേരെയും വീടിനുള്ളിലേക്ക് ക്ഷണിച്ചു. സാറ് ഫാമിലി ആയിട്ടാണോ വീട്ടിൽ താമസം? പ്രഭാകരൻ ചോദിച്ചു. സാറിന്റെ കുടുംബമൊക്കെ അങ്ങ് കാനഡയിലാണ്, സാറിന് ഇവിടെ കുറെ പട്ടികളുണ്ട് കൂട്ടിനെന്ന് പറഞ്ഞു. സാറ് വായിക്കുമോ? പ്രഭാകരൻ ചോദിച്ചു. ഞാൻ അത്തരക്കാരനല്ല. എവിടെയാണ് പുസ്തകങ്ങളെന്ന് ചോദിച്ചപ്പോൾ അയാൾ അത് തുറന്നു കാണിച്ചു. പടച്ചോൻ, ഇത്രയും പുസ്തകങ്ങളൊന്ന് മുഹമ്മദ് അത്ഭുതപ്പെട്ടു. മുഹമ്മദ് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലെന്ന് ഡോക്ടറും പറഞ്ഞു. സാർ ഇത് മുഴുവനും വായിച്ചിട്ടുണ്ടെന്ന് പ്രഭാകരനോട് മുഹമ്മദ് ചോദിക്കുന്നു. പ്രഭാകരൻ അത് കേൾക്കാത്ത മറ്റേ അലമാരകളുടെ വാതിലുകൾ തുറന്നിട്ടു. നന്നായി അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾക്ക് കേടൊന്നും വന്നിട്ടില്ല. ഡോക്ടർ അലമാരയിൽ നിന്ന് ചില പുസ്തകങ്ങൾ എടുത്തു നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് വായനാശീലമില്ല, പിന്നെ പുസ്തക അലമാര ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നോക്കിക്കളയാമെന്ന് വെച്ചു. എന്തായാലും ഒരു റീഡിംഗ് റൂം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ എന്തെങ്കിലും വെക്കണ്ടേന്നാണ് അയാൾ അതിന് കാരണമായിട്ട് പറഞ്ഞത്. ഇതിനെല്ലാം കൂടെ എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് ഡോക്ടറുടെ ചോദ്യത്തിന് 2.5 എങ്കിലും കിട്ടണം എന്ന് പ്രഭാകരൻ പറഞ്ഞു. അലമാര തേക്കോ ഈട്ടിയോ? നല്ല ഒന്നാം തരം ഈട്ടിയാണെന്ന് പ്രഭാകരൻ പറഞ്ഞു. 2.5 കൂടുതലാണ്. അല്ല സാറ് ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തും, മുഹമ്മദ് ഡോക്ടറോട് പറഞ്ഞു. 2ന് വേണമെങ്കിൽ എടുക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു. അത് തീർത്ത് കുറഞ്ഞു പോയെന്ന് പ്രഭാകരൻ ആവശ്യപ്പെട്ടു. പിന്നെ ഡോക്ടർ അലമാരയുടെ തട്ടുകളൊക്കെ എണ്ണി നോക്കുകയാണ്. ഇനിയിപ്പോ ഒന്നും ആലോചിക്കണ്ട, 2.25 ഉറപ്പിക്കാമെന്ന് മുഹമ്മദ് വില അങ്ങ് പറഞ്ഞു. സാർ എന്നാലും ടോക്കൺ അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്. ഡോക്ടർ അഡ്വാൻസ് കൊടുത്തു. അപ്പൊ നാളെ രാവിലെ കാശുമായിട്ട് ഞങ്ങൾ എത്താമെന്ന് പറഞ്ഞ് ഇവർ ഇറങ്ങി. അവർ പോയി കഴിഞ്ഞപ്പോൾ ഈ പുസ്തകങ്ങൾ ഇരുന്ന മുറിയിൽ താൻ ഇത്രയും ദിവസം ഈ വായിച്ചു കൂട്ടിയ നുണകളൊക്കെ ഓർത്ത് അയാൾ അവിടെ പ്രഭാകരൻ ഇരുന്നു. മുഹമ്മദ് പിന്നെ പിറ്റേ ദിവസം വന്നു. ഒപ്പിടാനായിട്ട് പേപ്പറും ഒക്കെ കൊണ്ടുവന്ന്, കരാറൊക്കെ കൊണ്ടുവന്ന്, നിങ്ങൾ ഇതിനെല്ലാം ഇത് വിറ്റ് കഴിഞ്ഞു എന്നുള്ളത് തെളിവാണെന്ന് പറഞ്ഞു. അപ്പൊ അത്രയുള്ള പ്രഭാകരൻ സന്തോഷത്തോടെ ആ കരാറിൽ ഒപ്പുവെച്ചു കൊടുത്തു. 2 തവണയായിട്ടാണ് പുസ്തകങ്ങൾ ഡോക്ടർ കൊണ്ടുപോയത്. പ്രഭാകരൻ തിരിച്ച് മുറിയിൽ വന്ന് നോക്കിയപ്പോൾ മുറി പതിവിലും വലിപ്പം, കാരണം ആ ബുക്കലമാരകളും ബുക്കും പോയി കഴിഞ്ഞപ്പോൾ മുറിയുടെ വലിപ്പം കൂടിയത് പോയി. പത്മിനി പറഞ്ഞു, ഈ മുറിക്ക് ഇപ്പോഴും ഇത്ര വലിപ്പം ഉണ്ടെന്ന് ഇപ്പോഴേ മനസ്സിലായത്. എന്ത് സ്ഥലമാണ് കിട്ടിയത്? വേണമെങ്കിൽ TV മുറിയിലോട്ട് വെക്കാം, അല്ലെങ്കിൽ ടോയ്ലറ്റ് പണിത് നമ്മുടെ മൂത്തയാൾക്ക് ഈ മുറി കൊടുക്കാം. പത്മിനി ഒന്നും പറഞ്ഞില്ല. അതോ ഈ രൂപ പിള്ളേരുടെ പേര് ബാങ്കിൽ ഇടണോ? വേണമെങ്കിൽ നിനക്ക് കുറച്ച് സ്വർണം എടുക്കാം. പ്രഭാകരൻ കുറച്ച് കൂടുതൽ സംസാരിക്കുന്നതായിട്ട് പത്മിനിക്ക് തോന്നി. ഈ ചാരുകസേരയിൽ മുഹമ്മദിന് കണ്ണുണ്ടായിരുന്നു. അത് ഞാൻ കൊടുത്തില്ല, ഇതെന്റെ അച്ഛന്റെ അച്ഛൻ കൊടുത്തതല്ലേ. ഒരു വായനക്കാരന്റെ മരണം ആഘോഷിക്കുന്ന പോലെയായിരുന്നു പിന്നെയുള്ള ദിവസങ്ങളിൽ പ്രഭാകരൻ. വായനക്കാരാണ് ഏറ്റവും വലിയ വിഡ്ഢികളെന്ന് അയാൾ പറഞ്ഞു. വായനക്കാരൻ പണം നഷ്ടപ്പെടുന്നു, അവന് ഉറക്കം നഷ്ടപ്പെടുന്നു. പൈസ എടുത്ത് പുസ്തകം വാങ്ങുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, കുടുംബ സമാധാനം ഇല്ല, വീട്ടിന് വേണ്ടി സമയം ഉണ്ടാവില്ല. ഓരോ വായനക്കാരനും അതിനുള്ള ഉത്തരവും
കയ്യിൽ പിടിച്ചു നടക്കുന്നു. എന്തിനെഴുതുന്നു എന്ന ചോദ്യം എപ്പോ വേണമെങ്കിലും അഭിമുഖീകരിക്കേണ്ടി വരും. അതുപോലെയാണ് എഴുത്തുകാർ നടക്കുന്നത്. ഇത് 2 ദിവസങ്ങളായിട്ട് ഇയാൾ ഈ വായനയുടെ അവസാനിപ്പിച്ചതിനെ കുറിച്ച് പത്മിനിയോട് പറയുകയായിരുന്നു. 3-ാമത്തെ ദിവസം രാവിലെ രാത്രി നേരത്തെ കിടന്നുറങ്ങിയ പ്രഭാകരൻ എപ്പോഴും ഉണർന്ന് മൂത്രമൊഴിക്കാൻ പോയി. മൂത്രമൊഴിച്ച് തിരിച്ചു വന്ന് കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല. അങ്ങനെ ഉറക്കം വരാത്ത സമയങ്ങളിൽ പൊതുവായിട്ട് പ്രഭാകരൻ ചേർന്ന നേരെ റീഡിംഗ് റൂമിലേക്ക് പോയിരുന്നു വായിക്കുകയാണ്. പക്ഷെ അവിടെ ചെന്ന് ലൈറ്റ് ഇട്ടപ്പോൾ അയാൾക്ക് സങ്കടം വന്നു. കാരണം ഒരൊറ്റ പുസ്തകം പോലും ഇല്ലാത്ത തന്നെമുറി. അയാൾ അങ്ങനെ വിയർത്ത് കുളിച്ച് തിരിച്ച് കിടപ്പുമുറിയിലെത്തി പത്മിനിയെ വിളിച്ചു നടത്തി, "ഇവിടെ എന്റെ പുസ്തകങ്ങൾ?" എന്ന് ചോദിച്ചു. അപ്പൊ അയാളെ പത്മിനി ഒരുവിധം സാന്ത്വനപ്പെടുത്തി കിടത്തി ഉറക്കി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് അയാൾ മുഹമ്മദിനെ കാണാൻ ചെന്നു. "എന്താ സാറേ കൊച്ചു വെളുപ്പാൻ കാലത്ത്" എന്ന് മുഹമ്മദ് തിരക്കി. "മുഹമ്മദ്, എനിക്ക് എന്റെ പുസ്തകങ്ങൾ തിരിച്ചു വേണം." അയാൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. "എത്ര പൈസ കൊടുത്ത് വേണമെങ്കിലും ഞാൻ പുസ്തകങ്ങൾ തിരിച്ചു വാങ്ങാം. എനിക്ക് ആ ഡോക്ടറിൽ നിന്ന് പുസ്തകങ്ങൾ തിരിച്ചു വാങ്ങണമെന്നാണ് അയാൾ ആവശ്യപ്പെട്ടത്." മുഹമ്മദ് പറഞ്ഞു, സാറ് ഇതെല്ലാം വിറ്റു പോയതല്ലേ, ഇനി എങ്ങനെയാണ് തിരിച്ച് വാങ്ങുന്നത്?" അപ്പൊ താൻ ഈ കച്ചവടം നടത്തിയത് എനിക്കൊരു ദുഷ്പേരാണെന്നാണ് മുഹമ്മദ് പറഞ്ഞത്. അയാൾ പറഞ്ഞു, "നിങ്ങൾ വീട്ടിലേക്ക് പോ, ഞാൻ ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ തിരക്കി പറഞ്ഞിട്ട് നിങ്ങളെ അറിയിക്കാം." പക്ഷെ ഇയാൾ വീട്ടിൽ വന്നതിന് ശേഷം വല്ലാതെ മാനസികമായ അസ്വസ്ഥത കാണിക്കുന്നതായിട്ട് കുട്ടികൾക്ക് വരെ തോന്നി. അപ്പൊ വൈകുന്നേരം ആയപ്പോ മുഹമ്മദിന്റെ ഫോൺ വന്നു. ഡോക്ടർ ഇനി ഒരിക്കലും ആ ബുക്കുകൾ തിരിച്ചു തരില്ല. അപ്പൊ ഡോക്ടർ രാവിലെ പട്ടികൾ കുരയ്ക്കുന്ന ശബ്ദം കേട്ട് നോക്കുമ്പോൾ അതിന്റെ അപ്പുറത്ത് പ്രഭാകരൻ നിൽക്കുകയാണ്. "പുസ്തകം വിറ്റയാൾ" എന്നയാൾ തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഒന്നും ഇയാളെ അകത്തേക്ക് കയറ്റി. "ഞങ്ങൾ ഡോക്ടർമാർക്ക് എല്ലാവരും രോഗികളാണെന്ന് തോന്നുമെന്ന് ഡോക്ടർ പറഞ്ഞു." അപ്പൊ അയാളുടെ കാലുകൾ വഴുതുന്നത് പോലെ പ്രഭാകരന് തോന്നി. അപ്പോ ഡോക്ടറുടെ വീട് കണ്ട് ഈ ഒരു പഴമ തോന്നി. അയാൾ ഇങ്ങനെ അന്തം വിട്ട് നിന്നപ്പോ ഡോക്ടർ പറഞ്ഞു, "ഈ വീട്ടിലെ എല്ലാം പഴയതാണ്. ഈ വീട് പോലും പഴയതാണ്. ഒരു 8 കെട്ട് പൊളിച്ചപ്പോൾ വാങ്ങി ഞാൻ ഇതിവിടെ സെറ്റ് ചെയ്തതാണെന്ന്" പറഞ്ഞു. "ഇതിന്റെ ഇതിനകത്ത് പലതും കാണിക്കാന്ന് പറഞ്ഞ് 6 പേരെ കൊന്ന ഒരു കാട്ടുപോത്തിന്റെ തല, അത് പാലായിലുള്ള ഒരു വീട്ടിൽ നിന്ന് വാങ്ങിയതാണ്." ഇതിന് ഡോക്ടർ പറഞ്ഞു, "വസ്തുക്കൾ ഇങ്ങനെയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഇത്രയും കാലം നിങ്ങൾ വായിച്ച പുസ്തകങ്ങൾ നിങ്ങളുടെ കയ്യിരുന്ന പുസ്തകങ്ങൾ എന്റെ കയ്യിലേക്ക് വന്നു. ഇനി അത് വേറെ സ്ഥലത്തേക്ക് പോകും. നോക്കൂ നിങ്ങളുടെ പുസ്തകങ്ങൾ" എന്ന് പറഞ്ഞ് പ്രഭാകരന്റെ പുസ്തകങ്ങൾ ഡോക്ടർ ചൂണ്ടിക്കാണിച്ചു. അയാൾ ഭ്രാന്തനെ പോലെ ഓടി അലമാരയുടെ തട്ടുകളിൽ നിന്ന് എന്റെ പുസ്തകങ്ങൾ വലിച്ചെടുത്ത് അവിടെ നിന്ന് ചിരിക്കാൻ തുടങ്ങി. ഒരു പുസ്തകം എടുത്ത് ഇയാൾ ഉറക്കെ വായിച്ചു. അപ്പൊ ഇയാളുടെ ഈ ഒരു അപസ്മാര രോഗിയെ പോലെ അയാളുടെ ശരീരങ്ങൾ വിറയ്ക്കുന്ന കണ്ട് ഡോക്ടർ ഇതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുകയായിരുന്നു. "ചില പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിയാലും വായിക്കാതെ ഇരിക്കും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേരത്ത് അത് നമ്മളോട് പറയും വായിക്കുമെന്ന്" എന്ന് പ്രഭാകരൻ പറഞ്ഞപ്പോ ഡോക്ടർ പ്രഭാകരന്റെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർക്ക് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ മനസ്സിലായി കാണില്ല. അങ്ങനെയുണ്ട്, നമ്മൾ വായിക്കാൻ പ്രാപ്തരായോ എന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത്, പുസ്തകങ്ങളാണ്. ഡോക്ടർ തലയാട്ടിക്കൊണ്ട് പ്രഭാകരന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. അപ്പോൾ "നമുക്ക് ഇറങ്ങാല്ലേ" എന്ന് പറഞ്ഞ് ഡോക്ടർ വിളിച്ചിട്ടും പ്രഭാകരൻ അവിടെ നിന്ന് ഇറങ്ങുന്നില്ല. "എനിക്ക് എന്റെ പുസ്തകങ്ങൾ വേണം." ഡോക്ടർ ഒരു തമാശ കാണുന്ന പോലെ ചിരിച്ചിട്ട് പറഞ്ഞു, "നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങളുടെ പുസ്തകങ്ങൾ ഞാൻ വാങ്ങിയതാണ്." പുസ്തകങ്ങളിലേക്ക് കെട്ടിപ്പിടിച്ചു നിന്ന് പ്രഭാകരൻ വീണ്ടും പറയുകയാണ്, "ഈ പുസ്തകങ്ങൾ എന്റെയാണ്." അപ്പൊ ഈ പ്രഭാകരന്റെ കഴുത്തിന്റെ പുറകിൽ ഒരു തണുത്ത ലോഹം തട്ടുന്നതായിട്ട് തോന്നി തിരിഞ്ഞപ്പോ ഡോക്ടറുടെ മുഖത്തൊരു ഭ്രാന്തൻ ചിരി ഉണ്ടായിരുന്നു. എന്നിട്ട് അയാൾ ആ തോക്കെടുത്ത് പ്രഭാകരന്റെ കഴുത്തിന് പുറകിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, "ഇത് ആ വില്ലി സാഹിബിന്റേതാണ്. പ്രഭാകരന് കുറച്ചു നേരം കൂടെ ഇവിടെ നിൽക്കാം" എന്ന് പറഞ്ഞു. ഒരു ഇന്ദ്രജാലക്കാരന്റെ അടിമയെ പോലെ ഡോക്ടറുടെ പിന്നാലെ നടക്കുമ്പോൾ പ്രഭാകരൻ മറ്റൊന്നും അറിഞ്ഞില്ല.
തനിക്ക് മാത്രമേ ഡോക്ടർ തന്ന നിമിഷത്തിൽ മോഷ്ടിച്ചെടുത്ത ഒരു പുസ്തകം അടിവയറ്റിലേക്ക് ഒരു അല്പസമയം കിട്ടിയപ്പോഴുള്ള പുസ്തകം ഒരെണ്ണം മോഷ്ടിച്ചെടുത്ത് അടിവയറ്റിലേക്ക് വെച്ചിരുന്നു. അതിന്റെ ചൂടിന്റെ ഒരു ചൂട് മാത്രം, അതിന്റെ ഇടുപ്പ് മാത്രം അയാളുടെ ശരീരത്തിലേക്ക് മിന്നി മറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പൊ നഷ്ടപ്പെട്ടു പോയ വായനയെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു മികച്ച വായനക്കാരനാണ് ഇതിലെ പ്രഭാകരൻ. ഡോക്ടർ ആണെങ്കിലോ പഴയതെല്ലാം സ്വന്തമാക്കി സന്തോഷിക്കുന്ന ഒരു തരം മാനസിക സന്തോഷത്തിന് ഉടമയും. അപ്പൊ ഇവര് തമ്മിലുള്ള ആ ഒരു, അല്ലെങ്കിൽ പെട്ടെന്ന് തന്റെ വായന പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ അയാളുടെ ജീവിതത്തിന്റെ പരിസരത്തിൽ നിന്ന് അയാൾക്ക് മാറിപ്പോയ ചില സംഭവങ്ങൾ തിരിച്ചു പിടിക്കാൻ അയാൾ ശ്രമിക്കുന്നതാണ് കഥയിലൂടെ നമ്മൾ കാണുന്നത്. കഥയുടെ ആശയം മനസ്സിലാക്കി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശീലിക്കും.